ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ നോക്കാൻ പോകുന്നത് ഫയേഴ്സ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഇൻഡിക്കേറ്ററിനെ പറ്റിയാണ്. ഇതൊരു ഓപ്പൺ ഇൻട്രസ്റ്റ് ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫയേഴ്സ് ടെർമിനലിൽ പോയിട്ട് ഇൻഡിക്കേറ്റർ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് കാണാൻ സാധിക്കും. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇത് നമ്മുടെ ഇൻഡിക്കേറ്ററോടെ ആഡ് ആയിട്ടുണ്ട്. നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ആ ഇൻഡിക്കേറ്ററിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ തന്നെ OI ലൈനിൽ ഞാൻ യെല്ലോ ആണ് കൊടുക്കുന്നത്. അതിൽ മൂവിങ് ആവറേജ് ലൈനിൽ വൈറ്റ് ആണ് കൊടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത് ജസ്റ്റ് ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് ഓപ്പൺ ഇൻട്രസ്റ്റ് കെയർ ആണെങ്കിൽ, അതായത് ഇപ്പോൾ കോൾ ഓപ്ഷനിലോ പുട്ട് ഓപ്ഷനിലോ ഓപ്പൺ ഇൻട്രസ്റ്റ് കെയർ ആണെങ്കിൽ അതിൽ സെല്ലേഴ്സ് ആയിരിക്കും കൂടുതലുണ്ടാവുക. ഓപ്പൺ ഇൻട്രസ്റ്റ് കുറയാണെങ്കിൽ അവിടുത്തെ സെല്ലേഴ്സ് അവരുടെ പൊസിഷൻ, ആ സെല്ല് ചെയ്ത പൊസിഷൻ എക്സിറ്റ് ചെയ്ത് മാറുന്നതാണ്. അപ്പോൾ ഇത് ബേസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്ത പ്രൈസ് നമുക്ക് നോക്കാം. ജസ്റ്റ് മാർക്കറ്റ് ഡാറ്റ പോയിട്ട് പ്രീ ഓപ്പൺ മാർക്കറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്തത് 21,716 ലെവലാണ്. അപ്പോൾ 21,700 ആണ് ഇന്നത്തെ അറ്റ് ദ മണി എന്ന് പറയുന്നത് ഓപ്പൺ ടൈമിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് 21,700 കോൾ ഓപ്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ റേഞ്ച് ആദ്യം നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് 20-ാം തീയതിയിലത്തെ റേഞ്ച് എന്ന് പറയുന്നത് ഇതായിരുന്നു. 20-ാം തീയതിയിലത്തെ റേഞ്ച്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് നല്ല രീതിയിലുള്ള ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എക്സ്റ്റൻഡഡ് ട്രെൻഡ് ലൈൻ ടൂൾ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ താഴെ നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ട്രെൻഡ് ലൈൻ നല്ല രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നോക്കാം എപ്പോഴാണ് മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമാണ് നമുക്ക് എൻട്രി വരുന്നുള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ, അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് നല്ല രീതിയിൽ താഴേക്കാണ് നിന്നിരുന്നത്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും ഓപ്പൺ ഇൻട്രസ്റ്റ് കയറി വരുന്നത്. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കയറി വരാണെങ്കിൽ, അതായത് കോൾ ഓപ്ഷനിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കയറി വരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു കോൾ ഓപ്ഷനിൽ ഒരുപാട് സെല്ലേഴ്സ് വരുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഒരുപാട് പേര് കോൾ ഓപ്ഷൻ സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് താഴേക്ക് വരുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യണം. നമുക്കിവിടെ മൂവിങ് ആവറേജും കിട്ടുന്നതാണ്. അത് മൂവിങ് ആവറേജ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു കൺഫർമേഷൻ ആണ്. നമുക്ക് ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ കൂടി ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് പൊസിഷൻ എടുക്കാവും. അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ, ഈ ഒരു പോയിന്റിലൂടെ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ ട്രെൻഡ് ലൈനും ഇവിടെ ബ്രേക്ക് ചെയ്തു. 5 മിനിറ്റ് ക്യാനിൽ നമ്മൾ ട്രെൻഡ് ലൈന് താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഓപ്ഷൻ സെല്ലർ ആണെങ്കിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ സെല് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഈ ഒരു ലെവലിൽ സെല് ചെയ്യാവുന്നതാണ്. അതിനുശേഷം റീസെൻറ്റ് വന്നിരിക്കുന്ന ഹൈക്ക് മുകളിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇടാം. ഈ ഒരു ഹൈക്ക് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടാം. ഓക്കെ, അതല്ലെങ്കിൽ മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ഈ ഒരു ട്രെൻഡ് ലൈന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് എക്സിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് ലൈൻ താഴേക്ക് ബ്രേക്ക് ചെയ്യാൻ, അതായത് മൂവിങ് ആവറേജിന് താഴേക്ക് ബ്രേക്ക് ചെയ്താൽ നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിലുണ്ടോ വീണ്ടും താഴേക്ക് വരികയും അവിടെ വീണ്ടും അടുത്ത ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കണ്ടോ, അതിനുശേഷം ഇവിടെ മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പൊസിഷനിൽ, ഈ ഒരു പോയിന്റിൽ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറാവുന്നതാണ്. കണ്ടോ, അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈന് താഴേക്ക് നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊണ്ടുവരാവുന്നതാണ്. എപ്പോഴാണ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറാവുന്നതാണ്. കണ്ടോ, അപ്പോൾ ഒരു ഓപ്ഷൻ സെല്ലറൊക്കെ ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് 21,700 പുട്ട് ഓപ്ഷനിൽ എന്താ സംഭവിച്ചു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രീവിയസ് ഡേയുടെ റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് പ്രീവിയസ് ഡേയുടെ റേഞ്ച്. ഈ ഒരു റേഞ്ചിലായിരുന്നു കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ട്രേഡ് ആണ്. അപ്പോൾ നമുക്കിവിടെ നല്ല രീതിയിൽ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ടൂൾ എടുത്തിട്ട് നമുക്ക് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഇനി അതുപോലെ തന്നെ താഴെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രെൻഡ് ലൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ എപ്പോഴാണ് നമ്മുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യേണ്ടത് ആ സമയത്ത് മാത്രം നമുക്ക് എൻട്രി നോക്കിയാൽ മതി. അപ്പോൾ മാർക്കറ്റ് അതിനുശേഷം ഇവിടെ ഒരു ക്രോസ് ഓവർ നടന്നിട്ടുണ്ട്. ഇവിടെ ക്രോസ് ഓവർ നടന്നിട്ടുണ്ട്. അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് താഴേക്ക് വരാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് താഴേക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് സെല്ലേഴ്സ് എക്സിറ്റ് ചെയ്യാണ്. അതായത് 21,700 പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തവർ എക്സിറ്റ് ചെയ്യാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മുകളിലേക്ക്, അതായത് പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് മുകളിലേക്ക് കയറാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടി. എന്നിരുന്നാലും നമ്മളപ്പോൾ ബൈ എടുക്കരുത്, ജസ്റ്റ് നമ്മുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. ഈ ഒരു പോയിന്റിൽ നമ്മൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. നല്ല രീതിയിലൊരു ബുള്ളിഷ് ക്യാൻഡിൽ 5 മിനിറ്റ് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ക്ലോസിങ്ങിൽ തന്നെ ബൈ എടുക്കാവുന്നതാണ്. ഓക്കെ, ഇതിന് നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ റീസെൻറ്റ് വന്ന ലോയ്ക്ക് താഴെ ആണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ എപ്പോഴാണ് ഈ ഒരു ട്രെൻഡ് ലൈന് താഴെ 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ വീണ്ടും ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മുടെ ഈ മൂവിങ് ആവറേജിന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബൈ വന്നിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ കയറിപ്പോയി അടുത്ത ട്രെൻഡ് ലൈന് ടച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് വീണ്ടും മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബൈ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. മാർക്കറ്റ് അവിടെ നിന്ന് നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റും ഉണ്ട്, ഓപ്പൺ OI ലൈനും ഉണ്ട്, അതുപോലെ മൂവിങ് ആവറേജ് ലൈനും ഉണ്ട്. മൂവിങ് ആവറേജിൻ്റെ ലെങ്ത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഡിഫോൾട്ടായിട്ട് 20 ആണ് കിടക്കുന്നത്. ഓക്കെ, ഇവിടെ SMA അതുപോലെ EMA ഉണ്ട്. നമുക്ക് SMA യൂസ് ചെയ്താലും മതി. അതായത് SMA ലൈൻ താഴേക്കാണ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് താഴേക്കാണ്, അതായത് ഈ ഒരു ആ ഒരു പെർട്ടിക്കുലർ സ്ട്രൈക്കിൽ സെല്ലേഴ്സ് എക്സിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രൈക്ക് മുകളിലേക്ക് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ 21.70 സീൽ എന്താണ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ ഒരു മൂവിങ് ആവറേജ് ഇവിടെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്കാണ് കയറിയത്. അതായത് അവിടെ ഒരുപാട് സെല്ലേഴ്സ് വരുന്നുണ്ട് പുതിയതായിട്ടുള്ളത്. അപ്പോൾ സെല്ലേഴ്സ് വരുന്ന കാരണം കൊണ്ട് തന്നെ മാർക്കറ്റ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഏത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ യൂസ് ചെയ്യാം. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഓപ്ഷൻ സ്ട്രൈക്കിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കോൾ ഓപ്ഷനിലേക്കാണെങ്കിൽ ആ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മുടെ SMA ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറി പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഡൗൺ ആണെന്ന്. ഇന്നിപ്പോൾ നമ്മൾ പുട്ട് ഓപ്ഷൻ കണ്ട പോലെ ഇനിയിപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മുടെ മൂവിങ് ആവറേജിന് ബ്രേക്ക് ചെയ്ത് താഴേക്കാണ് വരുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഡൗൺ ആണെന്നും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഫയർസിൽ റീസെൻ്റ്ലി ആഡ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫയർസിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ ഫയർസിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഫയർസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴിയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഞാൻ നമ്മുടെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനലിൽ നിങ്ങളെ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.